Hi everyone, this is the first episode of the Fashion Diaries, the voice of fashion by Enna. ഈ ഒരു ഇന്റർവ്യൂ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ള ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ ലൈഫ് സ്റ്റോറീസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഇത്രയും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ്. സോ ലെറ്റ്സ് വെൽക്കം ഓണർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് NM സ്റ്റുഡിയോ മിസ്റ്റർ മനു. ഹായ് മനു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പൊ 14 വർഷമായിട്ട് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ സജീവമാണ് അല്ലെ? അപ്പോ ഇതിന്റെ ഒക്കെ തുടക്കം എങ്ങനെയായിരുന്നു? ഇതൊക്കെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ക്ലോത്തിങ്ങിലോട്ട് വന്ന ആളാണ്. പക്ഷേ ഫാഷൻ ഈ ഒരു മേഖലയിലോട്ട് സ്റ്റാർട്ടിങ് വരുന്നത് 2012. അത് കോഴിക്കോട് ബിസിനസ് പാർക്കിൻ്റെ ഇനാഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ഇവൻറ്റ്സിലാണ് ഞാൻ അവിടെ നിന്നാണ് ശരിക്കും ബേബിനെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് 2013 ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഷോപ്പ് ഇനാഗ്രേറ്റ് ചെയ്ത്, ഒരു ലേഡീസിൻ്റെ ബ്രാൻഡ്. അവിടെ ഞാനൊരു ഫാഷൻ ഷോ ചെയ്ത്, സ്വന്തം ഷോപ്പ് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഒരു ഫാഷൻ ഷോ. അത് ചെയ്തത് ആഷ സീസ് ആയിരുന്നു, എംബ്രൈറ്റ്സ് മോഡലിംഗ്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരും. അപ്പൊ 2013 ഒക്കെ ഇപ്പൊ ഫാഷൻ ഷോ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത് ആ കാലത്ത് ഫാഷൻ ഷോ അതും കേരളത്തിൽ അത്രയും പോപ്പുലർ അല്ല. പിന്നെ ഇപ്പം ഒരു നാട്ടിൻ പ്രദേശം ആവുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള വേറെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആൾക്കാർക്ക് അതിനുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ വേറെ ആയിരിക്കും. സോ അങ്ങനെയുള്ള ചാലഞ്ചസ് ഒക്കെ എങ്ങനെയാ ഫേസ് ചെയ്ത്? അത് ശരിയാ, ഒരുപാട് ആ ഒരു സമയം എന്ന് പറയുന്നത് സമയത്തിലേക്കാണ് ഉപരി ഞാൻ എടുത്ത പ്ലേസാണ്. അതും മലബാർ മേഖലയിൽ, കോഴിക്കോട് താമരശ്ശേരി എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതലുള്ളത്. അത് ക്ലോത്തിങ് ബ്രാൻഡിന് ഏറ്റവും ഭയങ്കര, അതായത് നല്ലോണം ഷോപ്പുകളുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ആ സമയത്ത് ഞാനൊരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിഷേ എന്തെങ്കിലും പ്ലേസ് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ അത് കുറച്ച് ഫാഷനബിൾ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ശരിക്കും ഞാൻ അവിടെ അത് ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലീസ് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. അതാണ് ശരിക്കും എന്താ പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി സപ്പോർട്ടാണ് എൻ്റെ എല്ലാ കാര്യത്തിലും. എന്ത് ചെയ്താലും അവർക്ക് അറിയാം മനു എന്താ അത്രത്തോളം ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്, അവരെയും ഞാൻ കൺവിൻസ് ചെയ്ത് അതിൽ 1-2 ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഒന്ന് എൻ്റെ മാമൻ തന്നെ. അപ്പോൾ ഭയങ്കര സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഒരു ഫാഷൻ ഷോ എന്താണ്. അതുവരെ ചിന്താഗതി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ചിലപ്പം ഒരു FTV പോലത്തെ ഒരു കാഴ്ചപ്പാടിലോട്ട് പോയി ആൾക്കാർ. പക്ഷേ വൺസ് അവിടെ നമ്മൾ ചെയ്തോട് കൂടിയിട്ട് ആൾക്കാർക്ക് ഇനിയും മനസ്സിലായി ആൾക്കാർ. അപ്പൊ ക്ലോത്തിങ് ബ്രാൻഡിലാണല്ലോ തുടക്കം. അവിടുന്ന് ഇപ്പൊ ഫാഷൻ ഇൻഡസ്ട്രിയിൽ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 14 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തോ ഒന്ന് ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഫീൽഡിൽ ഇങ്ങനെ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും വർഷം നിൽക്കുന്നത്. എന്താ അങ്ങനെ ഒരു ഫാക്ടർ? ശരിക്കും പറയുന്നത് എൻ്റെ ഒരു പാഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. പ്രൊഫഷൻ ക്ലോത്തിങ്ങിൽ കൂടുതലാണെങ്കിലും പക്ഷേ അത് റിലേറ്റഡ് ആണ് ഇത് സംഭവം. പക്ഷേ ഇവർക്ക് ഭയങ്കര പാഷനാകുന്ന ആൾക്കാരെ മനസ്സിലാക്കിയെടുത്തോന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഷോസുകളായിക്കോട്ടെ, ഈവൻ എൻ്റെ ഷോപ്പിന് ഇനാഗ്രേഷൻ ആണെങ്കിൽ പോലും ഞാൻ ഫാഷൻ ഷോ നടത്തി. ഇതിൻ്റെ റിസ്ക്കും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത്. ഇത് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ഫീൽഡ്. ആ ഇഷ്ടമാണ് ഇന്ന് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചത്. ഇതൊന്നും മാറാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. കുറേ ബിസിനസ്സുകളിൽ ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അതൊന്നും അല്ല ഇപ്പം കറൻ്റ്ലി എന്തോ ഒരു സാധനം എന്നോട് നിർത്തുന്നുണ്ട്. കാരണം അതെന്താ ആക്ച്വലി എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഞാൻ തന്നെ എന്നോട് തന്നെ ചോദിക്കില്ല എന്താണ് ആ സംഭവം എന്ന് അറിയാൻ എനിക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാരെ ഗ്രോത്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ഈ റിലേറ്റഡ് ആയിട്ട് എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ചിലപ്പോൾ അതായിരിക്കാം, അങ്ങനെയുണ്ടാവും. അപ്പൊ ഇപ്പം കംപ്ലീറ്റ്ലി ഫാഷൻ ഫീൽഡ് തന്നെയാണോ ക്ലോത്തിങ് ബ്രാൻഡ്സും ബിസിനസ്സും കാര്യങ്ങളൊക്കെ? ഇപ്പൊ എങ്ങനെയാ? ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഈ ഒരു ഫാഷൻ്റെ റിലേറ്റഡായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു പ്ലാന് കുറച്ച് വലിയ പ്ലാനായിരുന്നു. ചിലപ്പോൾ അത് നമുക്കൊന്ന് ചില ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യും, ചിലർക്കത് അങ്ങനെ തോന്നിക്കൊള്ളണമെന്നില്ല. കാരണം ഞാൻ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ ഓൾമോസ്റ്റ് ഒരു 10-17ഓളം സംരംഭങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ തുടങ്ങിയതും എൻ്റെ കൂടെ തുടങ്ങിയ ആൾക്കാരൊക്കെ ആയിട്ട്. പക്ഷേ എനിക്കൊരു സംഭവമുണ്ട്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് ടൗണിലാണ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ വെച്ചാൽ കസ്റ്റമർ എന്ന് പറയുന്നത് ഡെയിലി കസ്റ്റമറാണ്. ലൈക്ക് പല
സ്ഥലങ്ങളിലും വരുന്നു പോകുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ തുടങ്ങിയ കൂടുതൽ ബിസിനസ്സുകളും കൊടുവള്ളി, താമരശ്ശേരി അങ്ങനത്തെ ടൗണുകളിലാണ്. അപ്പം നമുക്ക് അവിടെ ഒരു മിനിമം കപ്പാസിറ്റി ഉണ്ട്. ഇത്ര കസ്റ്റമറേ അവിടെ ഉണ്ടാവുള്ളൂ. അതിന് എത്ര കഴിഞ്ഞാലും ചിലപ്പോൾ അതിന്നൊരു 10-15 അധികം ചിലപ്പോൾ ചില സമയത്ത് വന്നു തുടങ്ങാം. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇയർലിയും പുതിയൊരു 5 ഷോപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ബിസിനസ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ താമരശ്ശേരി യാതൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ കൊടുവള്ളി പോയി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി രണ്ട് കസ്റ്റമറും സ്ഥലത്തുള്ള കസ്റ്റമറും ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ അവിടെ ഇനി എത്ര സ്പെൻഡ് ചെയ്താലും അല്ലെങ്കിൽ എത്ര ഡിഫറൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും 2 വർഷം കഴിയുമ്പോൾ പുതിയൊരു ആളവിടെ മാർക്കറ്റിൽ വരുമ്പോൾ ബേസിക്കലി കസ്റ്റമർ എന്തായി പുതിയ ഷോപ്പേ ചോയ്സ് ചെയ്യൂ. കാരണം അവിടെ പുതിയതാണെന്നുള്ള മെൻറ്റാലിറ്റി ഞങ്ങൾ നാട്ടുകാർക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഞാൻ ഈ കളിക്കുന്നതല്ല ഇതിൻ്റെ ഒരു ലോകം. ഇത് കുറച്ചും കൂടെ വൈഡാണ്. അത് നമ്മൾ താമരശ്ശേരിയിലും കൊടുവള്ളിയിലും കേരളത്തിലും അല്ല, ഇന്ത്യയിലും അല്ല, ഇന്ത്യന് പുറത്തായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ പാരീസിലായിരുന്നു ഞാനൊരു പ്ലാൻ ചെയ്ത്. ഓൾറെഡി 2019 ഞാൻ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനാണ്. അതാണ് NM സ്റ്റുഡിയോ. അങ്ങനെയാണ് ശരിക്കും അത് ഒഴിവാക്കി. പക്ഷെ അത് കൊറോണ വന്ന സമയത്ത് എന്തായി ഡ്രോപ്പായി. കൊറോണയിൽ ഞാനൊരു 6ഓളം വിസ റിജക്ഷൻ വന്നു. അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഞാൻ പിന്നെ ഇങ്ങനെ വീണ്ടും അഗൈൻ ദാലു ബേബിയുമായിട്ടുള്ളൊരു കണക്ഷൻ വന്ന് അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതു. ഇതിൽ തന്നെ ഇപ്പം നിലനിൽക്കുന്നത്. ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഇതിൽ എന്താ പറയണ്ട, അതിന് കുറച്ചും കൂടി ഇന്റർനാഷണൽ ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണോ, അല്ല ഫാഷൻ ഫീൽഡിൽ ഇപ്പൊ പോകുന്നത് പോലെ ഈ ഒരു സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോവാന്നുള്ളതാണ്? ഞാൻ ചിലപ്പോൾ അന്നത്തെ ആ പ്ലാന് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡ് മാത്രമായിരിക്കും. കാരണം ഞാൻ ഇതിലോട്ട് കയറില്ല. അത് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോയി ഞാൻ ചിലപ്പോൾ സ്വന്തമായിട്ടൊരു ഷോ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പം കറൻ്റ് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് രണ്ടും കൂടിയും, കാരണം 2 ടൈപ്പ് ബിസിനസ്സിലോട്ട് ഇപ്പം ഞാൻ മാറി. കാരണം അതൊരു ക്ലോത്തിങ് മാത്രമായിരുന്നെങ്കിൽ ഇത് വേറൊരു ലോകമാണ്. അത് ഞാൻ ബിസിനസ് ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് ലാഭം ഉണ്ടാകുന്നത് അതുപോലെ ഒതുങ്ങുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ സോഷ്യലാണ്. ഫാഷനിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ കരിയറിലേക്കും എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും, അവർക്കും ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിർത്തുന്ന ഒരു കാര്യം കൂടെ. അപ്പം ഞാൻ അതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. പക്ഷേ ഒരു 2 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ എന്തുള്ളൂ ക്ലോത്തിങ് ബ്രാൻഡിൽ തുടങ്ങുന്നു. അതും ഞാൻ പാരീസിൽ ലോഞ്ച് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്, നടക്കുന്ന ആഗ്രഹിക്കും. ഇപ്പൊ ഈ ഫാഷൻ ഫീൽഡിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു ദാലു കൃഷ്ണദാസിന്റെ കൂടെയാണ് ഇങ്ങനെ എന്താ പറയാ തുടങ്ങി വന്നതും ഒരു മേജർ ടേണിംഗ് പോയിന്റ്സ് ഒക്കെ. ആ ശരിയായിരിക്കാം. ഞാൻ കണ്ടത് 2012 2018 ഞങ്ങൾ സൗഹൃദമുണ്ട്. പക്ഷെ എനിക്ക് കൊറോണയ്ക്ക് ശേഷം എല്ലാ ബിസിനസ്സും ഷോപ്പുകളൊക്കെ സ്റ്റോപ്പായ സമയത്ത് എനിക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സെലിബ്രിറ്റി സെക്ഷനിലൊക്കെ ഉള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം എന്തുകൊണ്ടും ഫാഷൻ ആയിട്ടുള്ള രീതിയിൽ ബേബിനെ പരിചയമുണ്ട്. ഞാൻ കൊച്ചിയിൽ വന്നപ്പോൾ ബേബിനെ വിളിച്ച് ബേബി മീറ്റ് ചെയ്ത സമയത്ത് ബേബിൻ്റെ അടുത്ത് പറഞ്ഞു ബേബിൻ്റെ ക്ലോത്തിങ് ബ്രാൻഡ് ബേബി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനാണ് അതിൽ കൂടെ നമുക്ക് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്യണമെന്ന് മാത്രമാണ്, ബിസിനസ് ചെയ്യാൻ ലാഭം ഉണ്ടാക്കുക, അതാണ് നമ്മളെ കൺസെപ്റ്റ്. അങ്ങനെ ഞങ്ങൾ ആ പ്ലാന് ശരിക്കും 2021 ഉണ്ടെങ്കിലും 2022 വീണ്ടും ഞങ്ങൾ ആ പ്ലാൻ ഒന്നും കൂടെ കൂട്ടി. അത് മിസ് മലബാറിൻ്റെ ഷോ കാലിക്കറ്റ് നടക്കുന്ന സമയത്ത് ഞാനൊരു റൗണ്ട് ഇന്ത്യ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് കണ്ട സമയത്താണ് ബേബി ഞാനും സംസാരിച്ചിട്ട് ഞങ്ങളത് ലോഞ്ച് ചെയ്ത് 2022 തന്നെ. അങ്ങനെ അതും ലോഞ്ച് ചെയ്ത് ദുബായിലൊരു ഷോൻ്റെ ഇതിൽ ലോഞ്ച് ചെയ്തിട്ട് പിന്നെ ഞാൻ കൊച്ചിയിലോട്ട് കംപ്ലീറ്റ്ലി ഷിഫ്റ്റായി. ഇവിടുത്തെ മോഡലിങ്ങിനോട് കുറച്ചുകൂടെ ബേബിൻ്റെ കൂടെ ആയതുകൊണ്ട് ബേബി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോസിനൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയൂ നീ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബേബിൻ്റെ കൂടെ പോയി. അപ്പോൾ എനിക്ക് ഒരു സാധനം എന്തോ പണ്ടത്തെ എൻ്റെ ഒരു ഇഷ്ടം വീണ്ടും കണക്ട് ആയി. കാരണം ഒരുപാട് ആൾക്കാരെ കാണുന്നു, ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഫീൽഡാണ്. ആദ്യമൊക്കെ ഭയങ്കര ഓക്കെ ഫൈൻ, ഭയങ്കര രസങ്ങളായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ പ്രശ്നങ്ങളോടെയും കാണൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് ഇവിടെ ഇടണമെന്ന് തോന്നി തുടങ്ങി. ഇപ്പം മനുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മോഡലാണെങ്കിൽ മോഡലിൻ്റെ പെർസ്പെക്റ്റീവ്സിലുള്ള ഒരു മോഡൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. കൊറിയോഗ്രാഫർ ആകുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലും പിന്നെ അങ്ങനെ ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. മനുവിനെ സംബന്ധിച്ചിടത്തോളം മനു ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തതുകൊണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും എല്ലാവരുടെ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇപ്പം നിലനിൽക്കുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളായിരിക്കും. അതുകൊണ്ടാണല്ലോ മനുവിനെ ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്തുന്നതും എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനു വേണ്ടി ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു
ഒരു എന്താ പറയാ ഒരു പേർപ്പസ് ഫീൽ ചെയ്യുന്നതും, റൈറ്റ്? സോ അങ്ങനെ മനുവിന് ഈ ഇൻഡസ്ട്രിയിൽ മാറ്റം വരുത്തിയാൽ കൊള്ളാം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ? ഇതിലൊക്കെ മാറ്റം വന്നാൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയ കുറച്ച് ഫാക്ടേഴ്സ്. അത് ഒരുപാടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ കേരള ഫാഷൻ ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഇഷ്യൂസാണ്. അവയർനെസ് കുറവാണ്, ജനങ്ങളിലോട്ട് എത്തുന്നില്ല എപ്പോഴും. അതിന് റീസൺ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല ഷോസുകൾ നടക്കുന്നില്ല കേരളം. ഇപ്പോൾ ലാക്മി ഫാഷൻ വീക്ക് എന്ന് പറയുന്നതും പോലത്തെ ഒരു ലാക്മി ഫാഷൻ വീക്ക് അറിയാലോ. അപ്പോൾ അതെന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ്റെ എക്കോണമിക്ക് തന്നെ ഒരു സ്വാധീനം ചെലുത്തുന്ന പരിപാടികളാണ്. കേരളത്തിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോറിയോഗ്രാഫേഴ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, മോഡൽസ് ഉണ്ട്, അല്ല ഇവൻറ്റ്സ്, എല്ലാ സെക്ഷനിലും ആൾക്കാരുണ്ട്. പക്ഷേ കേരളത്തിൽ സംഭവിച്ചിടത്തോളം ഒന്നുമില്ല. ഏറ്റവും സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, ലാസ്റ്റ് നടന്ന ലുലു ഫാഷൻ വീക്ക്. കേരളത്തിലെ ഒരു മെയിൻ സംഭവമാണല്ലോ ലുലു ഫാഷൻ വീക്ക്. അതിൻ്റെ കേരളത്തിൽ നിന്ന് ആര് വാക്ക് ചെയ്ത്? കേരളത്തിൻ്റെ മോഡൽസ് ആര് വാക്ക് ചെയ്ത്? കേരളത്തിൽ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ഷാമാണ് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷേ കൊച്ചിയിലെ ഷോ നമ്മൾ കൊറിയോഗ്രാഫേഴ്സ് അല്ല എടുത്തത്. ഇപ്പോൾ ക്ലയൻറ്റിന് നമ്മളെ കൊറിയോഗ്രാഫേഴ്സോ അല്ലെങ്കിൽ നമ്മളെ മോഡൽസിന് വിശ്വാസം ഇല്ലാണ്ടായിപ്പോയി കേരളത്തിൽ. അപ്പോൾ അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിൽ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ ഷോസിന്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്കൊന്ന് പുറത്ത് കുറച്ചും കൂടെ ഈ ഷോസിലൊക്കെ ഷോസിലെ ഓഡിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസൈനേഴ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഈ ബിസിനസ് ഓണേഴ്സ്, ബൊട്ടീക്കിൻ്റെയും അങ്ങനെയുള്ള ടെക്സ്റ്റൈൽ ഓണേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് മോഡൽസിന്, ഇപ്പം ഞാൻ മോഡൽസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, കുറച്ചും കൂടി ഷോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡൽസിനുള്ള ആ ഷോസിൻ്റെ പേയ്മെൻറ്റിന് പുറത്ത് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് ദേ ഗെറ്റ് മോർ കണക്ഷൻസ് ആൻഡ് മോർ വർക്ക്സ്, റൈറ്റ്? കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അവരുടെ പ്രൊഫൈലിന് കുറച്ചും കൂടി നല്ലതായിരിക്കും ആ ഷോസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലെ ഷോസിൽ അങ്ങനെ ഒരു എന്താ പറയാ, ഇപ്പം ഷോസ് കണ്ടിട്ട് ഒരു വർക്ക് അടുത്ത ലീഡ് കിട്ടുക, അങ്ങനെ ഒരു പരിപാടി ഭയങ്കര റെയറാണ്. ഐ മീൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ലൈക്ക് എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അങ്ങനെ ഷോസിൽ സംഭവിക്കുന്നത്? അതിനൊക്കെ പ്രോപ്പർ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയല്ലേ, ഇപ്പോൾ ഒരു ഒരു മോഡൽ ബ്രാൻഡാകുന്ന സമയത്താണ് ഫോട്ടോഗ്രാഫർക്ക് വർക്ക് ഉണ്ടാവുക, മേക്കപ്പ് ആർട്ടിസ്റ്റിന് വർക്ക് ഉണ്ടാവുക, ഈവൻ കോറിയോഗ്രാഫർക്ക് വരെ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുക, ഇപ്പം നമ്മളെ കേരളത്തിൽ നാഷണൽ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? ഇത്രയും പൊട്ടൻഷ്യൽ ലെജൻസായ 2 കോറിയോഗ്രാഫേഴ്സ് കേരളത്തിൻ്റെ ലെജൻസാണ്. എൻ്റെ വിശ്വാസമാട്ടാ ദാലു കൃഷ്ണദാസും ജൂഡ് ഫിലിക്സും. കാരണം ഇവരെ എക്സ്പീരിയൻസ് ഒന്നും വേറൊരാൾക്ക് ഇവിടെ ഇല്ല. അതെ. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുള്ള നമ്മളെ കേരളത്തിൻ്റെ ഫാഷൻ ഇൻഡസ്ട്രീൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ഈ മേഖലയിലല്ലാണ്ട് വേറൊരു വഴിക്ക് പോകുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ ഇവിടെ ഇപ്പം നിലനിർത്തുന്ന ഒരു വിഷയം ഞാൻ പറയുന്നത്, ഇവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നു. എനിക്ക് ഒരുപാട് മോഡൽ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ഞാൻ ഷോസ് പോകുന്ന സമയത്ത് പരിചയപ്പെടും. ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വന്ന സമയത്ത് നല്ലൊരു ബെഞ്ച്, അത് ബേബിൻ്റെ ഷോസിൽ വരുന്ന മോഡൽസൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള മോഡൽസ്. റാമ്പിൽ കയറി കഴിഞ്ഞാൽ റാമ്പിൻ്റെ മുമ്പുള്ള ക്യാരക്ടറല്ല, റാമ്പിൽ കയറി കഴിഞ്ഞാൽ വല്ല ക്യാരക്ടർ മാറും. ഇപ്പോൾ കംപ്ലീറ്റ് ചേഞ്ചാണ് ഞാൻ മ്യൂസിക്കിൻ്റെ ഡീജൻ്റെ സ്ഥലത്ത് ഞാൻ ബേബിനോട് കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറയും. പിന്നെ അവിടെ ഞാൻ ഭയങ്കരമായിട്ട് കാണും, നമ്മൾ തന്നെ കൺഫ്യൂസ്ഡോ, ഇതാരാ നമ്മളെ കൂടെ ഉള്ള ആളല്ലേ. അപ്പോൾ ആ ഒരു നല്ല ടീമായപ്പോൾ നല്ല കാണാനും രസമുണ്ടായി, ഔട്ടും രസമുണ്ടായി. കറണ്ട് സിറ്റുവേഷൻ മോഡൽസിന് എക്സ്പീരിയൻസ് കുറവ്, അതായത് ഫേവറേറ്റ് ആയിട്ടുള്ള മോഡൽസ് റാമ്പിൽ വാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം അതിനൊക്കെ ഒരു സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ എക്സ്പീരിയൻസിനനുസരിച്ച് വർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അത് മോഡൽസിനും ബെനിഫിറ്റ് ഉണ്ടാവും, നല്ല ബ്രാൻഡ്സുകൾ വരും. കാരണം കേരളത്തിലെ കൊറിയോഗ്രാഫേഴ്സ് ആയ ആൾക്കാർ ആരാണ് നമ്മളെ മോഡൽസിനെ ബാക്കിയുള്ളവർ കാണിച്ചു കൊടുക്കേണ്ടത്, നല്ല ഷൂട്ടിന് കാര്യങ്ങൾക്ക്. മെയിനായിട്ട് ബ്രാൻഡുകൾക്ക് ട്രസ്റ്റ് ഇല്ല. ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മളതാണ്. നമ്മളത് ഇനിഷ്യേറ്റീവ് ചെയ്തില്ലെങ്കിൽ പുറത്തുനിന്നുള്ള കോറിയോഗ്രാഫേഴ്സും മോഡൽസും വന്ന് കേരളത്തിലെ ഷോസ് ചെയ്യും. ഇപ്പം നിലവിൽ ഒരു ഷോ ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂർ മോഡൽസ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ മോഡൽസ് വരും, നല്ലതാണ് മോഡൽസ് പുറത്തുനിന്ന് വരിക. പക്ഷെ അത് നമ്മൾ കഴിഞ്ഞിട്ടായിരിക്കണം അത് ചെയ്യുക. ശരിക്കും എപ്പോഴും ചിലപ്പോൾ ഞാനാണ് നിങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ 1, 2, 3 ഷോ ഞാൻ തരുമ്പോൾ നിങ്ങൾക്ക് എന്നിലുണ്ടാകുന്നൊരു വിശ്വാസം നിലനിർത്തണമെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് വീണ്ടും തരാൻ പറ്റണം. അല്ലാണ്ട് ഒരു 1, 2, 3, 4 ഷോക്ക് വിളിച്ചിട്ട് പിന്നെ ആ ഷോക്കിലോട്ട് വിളിക്കാണ്ടാകുന്ന നേരം അവിടെ നമ്മൾ ചിന്തിക്കാത്തൊരു സംഭവമാണ്.
ഞാൻ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി മാത്രം ഒരു ഫാഷൻ ഷോ ചെയ്യുകയാണെങ്കിൽ അത് ശരിയില്ല. കാരണം അതിലുപരി ഞാൻ ചെയ്യുന്ന ഷോയിൽ ബാക്കിയുള്ള ആൾക്കാർ കൂടി ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാണ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഇവിടെ ഇന്നത്തെ കേരളത്തിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ബാക്കിലുള്ള അറിവുകൾ എനിക്കുണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഈ ഒരു സീറ്റിൽ ഞാൻ പിരിക്കുന്നത്. കാരണം ഇതിലൂടെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പല കാര്യങ്ങളും. ചിന്തയെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് ഇവിടെ. അത് അവർ ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ള പൂർണ്ണ ബോധിക്കുന്നത്. കാരണം എൻ്റെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്ന് കുറച്ച് മനു ആഗ്രഹിക്കുന്ന ഫാഷൻ ഇൻഡസ്ട്രിയിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ ഒരു ഫാഷൻ ഷോ എന്ന് പറയുന്ന ഒരു ഷോ നടക്കണമെങ്കിൽ മോഡൽസ് മാത്രം പോരാ ഷോയിൽ. മോഡൽസ് ആയിക്കോട്ടെ, അവിടെ നല്ലൊരു സ്റ്റൈലിസ്റ്റ് വേണം, നല്ല കൊറിയോഗ്രാഫേഴ്സ് വേണം, നല്ലൊരു ഫോട്ടോഗ്രാഫേഴ്സ്, നല്ല ഒരു ഇവൻറ്റ്സ് പ്രൊഡക്ഷൻ, ക്യാമറ ആയിക്കോട്ടെ, DJ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേരുന്ന സമയത്ത് ഒരു അടിപൊളി ഷോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും പൊട്ടൻഷ്യൽ ആൾക്കാരുണ്ട്. അവരെ നമ്മൾക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ കഴിയണം. അതായത് നല്ലൊരു സ്റ്റൈലിസ്റ്റ് ആരാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം ബ്രാൻഡ്സുകൾക്ക്. നമുക്ക് ബ്രാൻഡുകൾ മോഡൽസിനെ മാത്രമല്ല സ്റ്റൈലിസ്റ്റിലൂടും ഫോക്കസ് ചെയ്യും. അപ്പോൾ അതിൽ നല്ല ഫോട്ടോഗ്രാഫർ ആര് ഇവിടുത്തെ ഞാൻ പറയാം, ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ട്. ആൻറ്റോം എനിക്കറിയുന്ന ആളാണ്. ഇന്നിപ്പോൾ സ്റ്റൈലിസ്റ്റ് കേരളത്തിൽ ഞാൻ വിശ്വസിക്കുന്ന പറഞ്ഞ ടോപ്പ് സ്റ്റൈലിസ്റ്റ് ആൻറ്റോമാണ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഫോട്ടോഗ്രാഫർ റെജി ആയിക്കോട്ടെ, സെനി ആയിക്കോട്ടെ, ഇവരൊക്കെ എക്സ്പീരിയൻസും നമുക്ക് ഏറ്റവും ചിന്തിക്കാൻ പറ്റില്ല. കാരണം എക്സ്പീരിയൻസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റിവിറ്റി ഉള്ളതിനേക്കാണെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് വേണം. കാരണം ഇത് ഏതൊക്കെ റൂട്ട് കൂടെ അതിൻ്റെ അവരുടെ ലൈഫിൽ വന്നു. ഇനിയിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ വികാസ് ഏട്ടൻ, ജാൻമണി, ഇവരൊക്കെ ആരാന്ന് വികാസ് ഏട്ടനെ മിക്കവാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിയൊക്കെ വർക്കിന് അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ആണെങ്കിൽ പോലും. ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഇവരൊക്കെ എല്ലാവരും കൂടെ നല്ലോണം ഒന്ന് ഒരു കമ്മ്യൂണിറ്റി പോലെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി നമുക്ക് വളർത്താൻ പറ്റും. ഫാഷൻ ഇൻഡസ്ട്രി ഒരു മോഡലിലും കൊറിയോഗ്രാഫറിലും ഒതുങ്ങേണ്ടതല്ല എന്നുള്ള വിശ്വാസം നമ്മൾ ആദ്യം, അതായത് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് ഇതൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മോഡൽസിന് എക്സ്പീരിയൻസ് ഉള്ള മോഡൽസിന് ബ്രാൻഡ്സുകൾക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം ആരാണ് ഇവിടുത്തെ മോഡൽസ് ആരാണെന്നുള്ളത്. ബ്രാൻഡുകൾ അറിയാത്തത് പറഞ്ഞാൽ നല്ല ഫാഷൻ ഷോസുകൾ കേരളത്തിലില്ല. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നല്ലൊരു ഫാഷൻ ഷോ ചെയ്തിട്ട് നമ്മളത് കാണിച്ചു കൊടുത്താൽ മാത്രമേ ബ്രാൻഡുകൾ നമ്മളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോഴത്തെ നിലവിലെ വിഷയം എന്ന് പറയുന്നത് മന്ത്ലി ഫാഷൻ ഷോസുകളാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനോ അങ്ങനെ ചിന്തിക്കാന്നുള്ളതല്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ബിസിനസ്സാണ്. പക്ഷെ ഇതൊരു കരിയർ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരടുത്ത് ബിസിനസ് മാത്രം പറയരുത്. നമ്മൾ ചെയ്യുന്ന തൊഴിലിന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും തിരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റണം. അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ കിടക്കുന്നത്. അതിന് റീസൺ എന്ന് പറയുന്നത് ഇതിനൊരു പ്രോട്ടോക്കോൾ ഇല്ല, ഒരു സിസ്റ്റം അല്ല. എല്ലാത്തിനും അസോസിയേഷൻ ഉണ്ടോ കേരളത്തിൽ? ഫിലിം സംഘടനകളുടെ അസോസിയേഷൻ ഉണ്ട്. എല്ലാത്തിനും ഞാൻ മനസ്സിലാക്കിയതല്ലോ എല്ലാ സെക്ടറിലും അസോസിയേഷൻ ഇല്ലാതെ കേരളത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരൊറ്റ അങ്ങനെ അത് മോഡലിംഗാണ്. അസോസിയേഷൻ ഇല്ലാത്ത ഒരൊറ്റ പ്രൊഫഷൻ ഉണ്ടാവുമല്ലോ, ഒരു അസോസിയേഷൻ ഇല്ല, ആർക്കും പറയാനും ചോദിക്കാനും ഇല്ല സ്ഥലമില്ലാത്തൊരു മേഖല ഉണ്ടെങ്കിൽ അതൊന്ന് മോഡലിംഗാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ വിഷയങ്ങൾ. അതൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഒക്കെ റെഡിയാവും. അപ്പോൾ ഒരു അസോസിയേഷൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നത്, അതായത് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരല്ല പുറത്തുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആരെ ട്രസ്റ്റ് ചെയ്യണം, എങ്ങനെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് ന്യൂസ് കാണാറും കേൾക്കാറും ഉണ്ട്. ഇപ്പം മോഡലിങ്ങിൻ്റെ ഇതിൻ്റെ പേരിൽ കുറേ തട്ടിപ്പും പരിപാടി നടക്കുന്നു, കുറേ പൈസ വാങ്ങിയിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അതൊക്കെ. സോ ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു ഭാഗം ആൾക്കാർ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് സത്യസന്ധമായിട്ട് പോകുന്ന ആൾക്കാരുടെ ആ ഒരു ക്രെഡിബിലിറ്റിനെയും ബാധിക്കുന്നുണ്ട്. സോ ഒരു അസോസിയേഷൻ വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. തീർച്ചയായും.
നിലവിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, ഒരു അവയർനെസ്സിൻ്റെ പ്രോബ്ലം കേരളത്തിലുണ്ട്. അത് ഇപ്പോൾ പണ്ടത്തേക്കാണെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ ചെറിയ കിഡ്സ് സെക്ഷനിൽ ആൾക്കാർ ഫാഷൻ അത് നോക്കിയാൽ മതി. ലാസ്റ്റ് പ്രീവിയസ് ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്തൊരു ഷോ ഉണ്ടായിരുന്നു. അതിൽ ശരിക്കും 73ഓളം കിഡ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ കുട്ടികൾ ഇതിലോട്ട് വരൽ തുടങ്ങി. അപ്പോൾ ഫാമിലീസ് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കൽ തുടങ്ങി. ഇപ്പോൾ സ്വന്തം ഒരു ഫാമിലിക്ക് ഏറ്റവും അവരെ എന്ന് വെച്ചാൽ അവരുടെ മക്കളെ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നതാണ്. സ്റ്റാർട്ടിങ്ങിലെ തന്നെ എന്തെങ്കിലും ഒരു കരിയർ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ്ലി വിഷയം നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജെനുവിനിറ്റി നല്ലോണം ചോദ്യം ചെയ്യുന്നത്. ആരാണ് ഏതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പേജൻസ്, ഏതാണ് ഈ പേജൻസോ ആണ് മെയിനായിട്ട് ഈ പ്രശ്നങ്ങൾ. അതായത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാസവും ഈ മാസവും എങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മാസം ഒരു പേജൻസ് ഷോ എന്തായാലും നടക്കുന്നു. അപ്പോൾ ആർക്കും ആണെങ്കിലും വന്നിട്ട് മിസ് കേരള അല്ലേ എന്തെങ്കിലും ഒരു പേര് മാറ്റിയിട്ട് കേരള സാധനം വെച്ച് ഇങ്ങനെ പരിപാടി നടക്കും. പക്ഷെ ഇതിൻ്റെ മുമ്പ് ചെയ്ത ആൾക്കാർ എന്ത് കൊടുത്ത് അത് നമ്മളത് നോക്കുന്നില്ല. ഇപ്പം ഞാനൊരു പേജൻറ് ഷോ അനൗൺസ് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത് ആദ്യം പറയും, ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഷൂട്ട് പ്രൊവൈഡ് ചെയ്യൂ, ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കരിയർ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്ത് തരും. ഇതൊക്കെ ഞാൻ ആദ്യം പറയും. ഇതുവരെ പേജൻറ് ഷോ ഏത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു പറയുന്ന സെയിം വേർഡ്സ് ആണ്. അതെ. വൺസ് ഷോ കഴിഞ്ഞ പിറ്റേന്ന് ആ നമ്പറിലോട്ട് വിളിച്ചിട്ട് നോക്കിയാൽ ആടെ ഫോൺ എടുക്കൂല. ഈവൻ ഞാൻ ചിലപ്പോൾ ഇവൻ ആ ഷോയുടെ ഫോട്ടോസ് പോലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പാണ് ആ ഷോൻ്റെ ഫോട്ടോ അറ്റ്ലീസ്റ്റ് അവർ ചോദിക്കുന്നത് വാക്ക് ചെയ്ത ഫോട്ടോസ് ആയിരിക്കും. അത് പോലും നമുക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ശരിക്കും ആ പാരൻസ് ആരുടെ അടുത്ത് പോയിട്ട് പറയും? ഏറി കഴിഞ്ഞാൽ ആ ഷോ കൊറിയോഗ്രാഫ് ചെയ്ത് അവരെ വിളിച്ചിട്ട് പറയും. അതല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് പറയും. അല്ലെ ആ ഷോ അതത് അവിടെ തീർന്നു. പക്ഷേ ആ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതീക്ഷ അവിടെ നഷ്ടപ്പെടും. ചിലപ്പോൾ വീട്ടിൽ പല സ്ട്രഗിളും ചെയ്തിട്ടായിരിക്കും പല ആൾക്കാരും ചിലപ്പോൾ മക്കളെ കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കും. പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇൻഡസ്ട്രിയിലോട്ട് വരാണ്ടാകാണ്. ഇത് വരാണ്ടാകുന്നത് ഈ ഇൻഡസ്ട്രിക്കാണ് നഷ്ടം. ആ പേജൻറ് ഷോ നടത്തിയാക്കോ അവർക്കും അല്ല, നല്ല പൊട്ടൻഷ്യൽ ആൾക്കാരെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വാർത്തെടുക്കാൻ പറ്റാണ്ടായി പോകുന്നത് ഇതിൻ്റെ റീസൺ ജെനുവിനിറ്റി കുറഞ്ഞിട്ട്. ഈ ജെനുവിനിറ്റി കുറയാനുള്ള കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ പോയിട്ട് പേജൻറ് ഷോ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് മിസ് മലബാർ കോഴിക്കോട് വെച്ച് ചെയ്തിട്ട് F5 ഇവൻസ് രഞ്ജിത്ത്, സത്യം പറയണമെങ്കിൽ നല്ലോണം ഹാർഡ് വർക്ക് എടുക്കുന്ന ഒരാൾ. രഞ്ജിത്തിനെ ഞാൻ കുറച്ച് ഷോസിൽ ഞാൻ കാണുന്നുണ്ട്, നല്ല ഹാർഡ് വർക്ക് എടുക്കുന്നത്. കാരണം ഒരു ഷോ സമയത്ത് അതുപോലെ ശ്രീകുമാർ സാർ ഇവിടെ നല്ല ടോപ്പായിട്ട് പേജൻസ് നടത്തുന്ന പെഗാസിസ്, അതുപോലെ എസ്പാനിയോർ, കുറേ കാര്യങ്ങൾ, കുറേ ഷോസ് ഞാൻ ബേബീൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് കുറേ കാണുന്നുണ്ട്. കാരണം ബേബിക്ക് വരുന്ന നല്ല പ്രീമിയം ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, ബേബിക്ക് അറിയാം ഏതൊക്കെ പ്രോപ്പറായിട്ട്. പക്ഷേ അതല്ലാത്ത കുറേ ഷോസുകളുണ്ട്.